ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിന് മുന്നിൽ നിന്നും അമൽ തേനമ്പറമ്പിൽ നമുക്കൊപ്പം ചേരുകയാണ്. അമൽ, അങ്ങോട്ടേക്കാണോ മുരാരി ബാബുവിനെ കൊണ്ടുവന്നിട്ടുള്ളത് എന്ന കാര്യത്തിൽ വ്യക്തതയുണ്ടോ? ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകാനാവുക എന്തൊക്കെ? അക്കാര്യത്തിൽ വ്യക്തതയില്ല മോത്തി. ഇപ്പോൾ ഉള്ളത് ഈ ഇഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലാണ്. മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തു. അതോടൊപ്പം തന്നെ ചോദ്യം ചെയ്യൽ ഇന്നുണ്ടാകും എന്ന വിവരത്തിനപ്പുറത്തേക്ക് എവിടേക്കാണ് കൊണ്ടുവന്നതെന്നോ എവിടെയാണ് ഉള്ളത് എന്നുള്ള കാര്യത്തിൽ യാതൊരു വ്യക്തതയുമില്ല. ഇവിടെ ഇപ്പോൾ എന്തായാലും SP ശശിധരൻ അടക്കമുള്ള ആളുകളുണ്ട്, ബിജോയ് അടക്കമുള്ള ആളുകളുണ്ട്. അതിനാൽ തന്നെ ഇവിടേക്ക് ആയിരിക്കാം എന്ന് നമുക്ക് ഊഹിക്കാം. അതിനപ്പുറത്തേക്ക് ആധികാരികമായി ആ വിഷയത്തിൽ ഒന്നും പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ഇന്നലെ നമ്മൾ ഇവിടെ നിന്നും ഇതേ വാർത്ത റിപ്പോർട്ട് ചെയ്തതാണ്. ആ സമയത്ത് ഇവിടെ ഇത്രയും പോലീസ് വാഹനങ്ങൾ ഉണ്ടായിരുന്നില്ല, ഇത്രയും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ഇന്ന് പക്ഷേ അങ്ങനെയല്ല. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ 2 SP മാരുടെ വാഹനങ്ങളടക്കം ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവിടെയുണ്ട്. ഈ നമ്മളിപ്പോൾ കാണുന്ന ഈ കെട്ടിടത്തിനകത്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുണ്ട് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ കഴിയും. ആ കെട്ടിടത്തിനകത്ത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയുടെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞ് കുറേ അധികം ദിവസങ്ങളായി തുടരുകയാണ്. ചോദ്യം ചെയ്യൽ എന്നതിനപ്പുറത്തേക്ക് ഈ ഓഫീസിന് പുറത്തേക്ക് ഇറക്കി ഉള്ള ഒരു ചോദ്യം ചെയ്യൽ ഉണ്ടാകുന്നില്ല, അല്ലെങ്കിൽ ഒരു തെളിവെടുപ്പിന് ഉള്ള ഒരു നീക്കം ഉണ്ടാകുന്നില്ല എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പരമാവധി വിവരങ്ങൾ ഈ സമയത്ത് തന്നെ ശേഖരിക്കുക, ചോദ്യം ചെയ്യലിൽ തന്നെ ശേഖരിക്കുക, അതിനുശേഷം കൂടുതൽ നടപടികളിലേക്ക് കടക്കാം എന്നുള്ളതാണ് അവർ പറഞ്ഞു വെക്കുന്നത്. നിലവിൽ എന്തായാലും SP ബിജോയിയുടെ ഓഫീസ് റൂമാണ് നമ്മളിപ്പോൾ കണ്ടത്. ആ ഓഫീസിൻ്റെ പരിസരത്ത് ചോദ്യം ചെയ്യൽ തുടരുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ചോദ്യം ചെയ്യൽ തുടരുന്നുണ്ട്. എല്ലാ ദിവസവും ഇവിടെ നിന്നും പുറത്തേക്ക് ഇറക്കി വൈദ്യപരിശോധന പൂർത്തിയാക്കി തിരികെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇവിടേക്ക് തന്നെ എത്തിക്കും. വീണ്ടും ചോദ്യം ചെയ്യൽ ഉണ്ടാകും. അതിനപ്പുറത്തേക്കുള്ള കൂടുതൽ നടപടികളൊന്നും ഇതുവരെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു അറസ്റ്റ് കൂടി രേഖപ്പെടുത്തുകയാണ്. ഇന്നലെ വൈകുന്നേരം മുതൽ മാതൃഭൂമി ന്യൂസ് നൽകുന്ന വാർത്തയാണ് ഇനി ഉള്ള അറസ്റ്റ് ഈ പറയുന്ന മുരാരി ബാബുവിൻ്റെതായിരിക്കും എന്നുള്ള കാര്യം. ആ കാര്യം നമ്മൾ ഇന്നലെ അനന്തകൃഷ്ണൻ്റെ വാർത്തയിൽ ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. കാരണം ഇനി ഈ കേസ് മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും അടുത്ത അറസ്റ്റ്, 2ാമത്തെ അറസ്റ്റ് എന്ന് പറയുന്നത് മുരാരി ബാബുവിൻ്റെ അറസ്റ്റ്. ആ അറസ്റ്റ് വേണ്ടിയിരുന്നു. ആ അറസ്റ്റ് ഇപ്പോൾ നടന്നിരിക്കുകയാണ്. റാന്നി കോടതിയിലാണ് ഇനിയിപ്പോൾ മുരാരി ബാബുവിനെ ഹാജരാക്കേണ്ടത്. അതിൻ്റെ നടപടിയിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആദ്യഘട്ടത്തിൽ ചോദ്യം ചെയ്യലുണ്ടാകും. 24 മണിക്കൂർ പൂർത്തിയാകുന്നതിന് മുൻപ് കോടതിയിൽ ഹാജരാക്കേണ്ടതുണ്ട്. റാന്നിയിൽ ഹാജരാക്കും. 2 സംശയമാണ് നമുക്ക് മുന്നിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ടാണ് പ്രധാന ഉദ്യോഗസ്ഥരടക്കം ഇവിടെ ഉള്ളപ്പോഴും ബിജോയും അതോടൊപ്പം ശശിധരനും അടക്കമുള്ള ഉദ്യോഗസ്ഥർ ഈ പറയുന്ന ഞാൻ നിൽക്കുന്ന ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉള്ളപ്പോഴും മുരാരി ബാബുവിനെ ഇവിടേക്ക് എത്തിച്ചു എന്ന് ഉറപ്പു പറയാൻ കഴിയാത്തതിന് കാരണം എന്ന് പറയുന്നത് പത്തനംതിട്ടയിലാണ് മുരാരി ബാബുവിനെ ഹാജരാക്കേണ്ടത്. പത്തനംതിട്ടയിലെ റാന്നി കോടതിയിലാണ്. അപ്പോൾ ഇവിടേക്ക് കൊണ്ടുവന്ന ഒരു ചോദ്യം ചെയ്യൽ എന്നുള്ള ഒരു നടപടിക്കായി മാത്രം ഇവിടേക്ക് എത്തിച്ച് വീണ്ടും പത്തനംതിട്ട വരെ കൊണ്ടുപോകേണ്ടതുണ്ടോ, അതോ അവിടെ ഹാജരാക്കിയ ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിൽ വാങ്ങിയതുപോലെ കസ്റ്റഡിയിൽ വാങ്ങിയാൽ മതിയോ എന്നുള്ളൊരു സംശയമാണ് ഉള്ളത്. അതിനാലാണ് ഇവിടേക്ക് എത്തിയെന്ന കാര്യം ഉറപ്പിച്ച് പറയാൻ കഴിയാത്തത്. എന്തായാലും ഏറ്റവും നിർണായകമായ 2ാമത്തെ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം അനന്ത സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ സഹായിയെ ഇവിടേക്ക് വിളിച്ചു വരുത്തിയിരുന്നു. അന്ന് ഈ അനന്ത സുബ്രഹ്മണ്യത്തിൻ്റെ ചോദ്യം ചെയ്യൽ മണിക്കൂറുകൾ നീണ്ടുപോയപ്പോൾ നമ്മൾ വിചാരിച്ചത് ഈ കേസുമായി ബന്ധപ്പെട്ട 2ാമത്തെ അറസ്റ്റ് ഈ പറയുന്ന അനന്ത സുബ്രഹ്മണ്യത്തിൻ്റെതാകും എന്ന് നമ്മൾ കരുതിയതാണ്. കാരണം അനന്ത സുബ്രഹ്മണ്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ടി ഈ സ്വർണ്ണപ്പാളികൾ ശബരിമലയിൽ നിന്നും ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥരുടെ കൈവശം നിന്നും കൈപ്പറ്റുന്നത്, അതിനുശേഷം ബംഗളൂരുവിലേക്കും പിന്നീട് ഹൈദരാബാദിലേക്കും കൊണ്ടുപോകുന്നതും നാഗേഷിന് കൈമാറുന്നതും ഏറ്റവും ഒടുവിൽ ഇത് ചെന്നൈയിലേക്ക് എത്തിക്കുന്നതുമെല്ലാം അതിലെല്ലാം നിർണായക പങ്ക് വഹിച്ച ആളാണ്. കൂടുതൽ ഇൻവോൾവ്മെന്റ് ഉള്ളത് മുരാരി ബാബുവിന് തന്നെയാണ്. അതുകൊണ്ട് 2ാമത്തെ അറസ്റ്റ് മുരാരി ബാബുവിൻ്റെതായത് എന്തുകൊണ്ടും നല്ലത് എന്ന് വേണം പറയാൻ. അന്വേഷണ സംഘം ശരിയായ ദിശയിൽ സഞ്ചരിക്കുന്നു, ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ എന്നതാണ് നമുക്ക് ഈ സന്ദർഭത്തിൽ നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കാര്യം. അങ്ങോട്ടേക്ക് കഴിയാം. അനന്തൻ, ഈ അറസ്റ്റ് കൂടി രേഖപ്പെടുത്തിയതോടെ നിർണായകമായ ഒരു ഘട്ടത്തിലേക്ക് കൂടി ഈ SIT പ്രത്യേക അന്വേഷണ സംഘം കടന്നിരിക്കുന്നു. തുടർ നടപടികളാണ് നമ്മൾ ഇനി ഉറ്റുനോക്കുന്നത്. മോത്തി, ഇന്നലെ രാത്രി 10 മണിക്കാണ് അന്വേഷണ സംഘം മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്തത്. പെരുന്നയിലെ വീട്ടിൽ നിന്നാണ് കസ്റ്റഡിയിലെടുത്തത്. തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് കുടുംബാംഗങ്ങളെ അറിയിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്തേക്ക് മുരാരി ബാബുവിനെ എത്തിച്ചിട്ടുണ്ട്. നമ്മൾ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഈഞ്ചക്കൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഉണ്ട് എന്ന് തന്നെയാണ്. അവിടെ ഇന്നലെ രാത്രിയിൽ കസ്റ്റഡിയിൽ എടുത്ത് മുരാരി ബാബുവിനെ തിരുവനന്തപുരത്ത് എത്തിച്ച് രാത്രി മുഴുവൻ പുലർച്ചെ വരെ ചോദ്യം ചെയ്യൽ തുടർന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം ആ മൊഴിയുടെ കൂടി അടിസ്ഥാനത്തിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുരാരി ബാബുവിൻ്റെ ഒരു പങ്ക് അയാൾക്ക് തുറന്ന് അന്വേഷണ സംഘത്തോട് സമ്മതിക്കേണ്ട വന്ന ഒരു ഘട്ടത്തിലാകും അറസ്റ്റ് എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മുഴുവൻ വിവരങ്ങളും അല്ലെങ്കിൽ തെളിവുകളും നിരത്തിയുള്ള ചോദ്യം ചെയ്യൽ തന്നെയായിരുന്നു. മുരാരി ബാബുവിൻ്റെ അറസ്റ്റിലേക്ക് പോകും മുമ്പ് കൃത്യമായ ഹോംവർക്ക് അന്വേഷണ സംഘം ചെയ്തിട്ടുണ്ട്. അയാൾക്കെതിരായ ആരോപണങ്ങൾ സംബന്ധിച്ചുള്ള തെളിവുകൾ അന്വേഷണ സംഘത്തിൻ്റെ പക്കലുണ്ട്. അപ്പോൾ ഇന്നിനിപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്ന് വൈകുന്നേരത്തോടു കൂടി അല്ലെങ്കിൽ ഉച്ചയോടുകൂടി റാന്നി കോടതിയിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങാനാണ് അന്വേഷണ സംഘം ആലോചിക്കുന്നത്. ഈ കേസിൽ
കൂടുതൽ കാലം അല്ലെങ്കിൽ കൂടുതൽ ദിവസം കസ്റ്റഡി ചോദിക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ രീതി. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ 14 ദിവസത്തേക്കാണ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. അതിൽ പ്രധാനമായും അതിനൊരു കാരണം കോടതിയുടെ പൂർണ്ണമായ നിരീക്ഷണത്തിലാണ് അല്ലെങ്കിൽ നിയന്ത്രണത്തിലാണ് അന്വേഷണ സംഘം പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ എത്രയാണോ പോലീസ് ഈ SIT കസ്റ്റഡി ആവശ്യപ്പെടുന്നത്, ആ കസ്റ്റഡി അത്രയും ദിവസം തന്നെ ഈ ഫയലിംഗ് കോടതി അത് അനുവദിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തി അധികം താമസിയാതെ തന്നെ കോടതിക്ക് മുൻപിൽ ഹാജരാക്കി കസ്റ്റഡിയിൽ വാങ്ങുന്നതാണ് SITയുടെ ഈ കേസുമായി ബന്ധപ്പെട്ട രീതി. അതുകൊണ്ട് പെട്ടെന്ന് തന്നെ മുരാരി ബാബുവിനെ, കാരണം ഇന്നിപ്പോൾ ഈ അല്പസമയത്തിനകം തിരുവനന്തപുരത്ത് നിന്ന് തിരിച്ചാൽ തന്നെ ഉച്ചയാകും റാന്നിയിലെത്താൻ. ഒരു 2 മണിക്കൂർ എന്തായാലും റാന്നി കോടതിയിലെത്താൻ എടുക്കും. അപ്പോൾ ഉച്ചയോടെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കാനുള്ള ആലോചനയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എത്തിച്ചിട്ടുണ്ടോ എന്നതുമായി ബന്ധപ്പെട്ട് നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തത നിലവിൽ ഇല്ല. അനന്തൻ, ഏതായാലും നമുക്ക് അമലിനോട് ചോദിക്കാം. അമൽ, നമുക്ക് ഈ ഘട്ടത്തിൽ ഒരു വ്യക്തതയിലേക്ക് എത്താൻ കഴിയുന്നുണ്ടോ? ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് മുരാരി ബാബുവിനെ എത്തിച്ചിട്ടുണ്ടോ? ഇതിന് ശേഷമായിരിക്കുമോ കസ്റ്റഡിയിൽ വാങ്ങി പെരുന്നയിലേക്ക് കൊണ്ടുപോവുക? മോത്തി, മുരാരി ബാബുവിനെ കസ്റ്റഡിയിലെടുത്ത് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നു. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് മുരാരി ബാബുവിൻ്റെ ഭാര്യ ഈ കസ്റ്റഡിയിലെടുത്ത് മുരാരി ബാബുവിനെ അവിടെ നിന്ന് കൊണ്ടുവരുന്ന സമയത്ത് ഒപ്പം അനുഗമിച്ചിരുന്നു. കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുവരുന്ന വാഹനത്തിന് പിന്നാലെ അവർ മറ്റൊരു വാഹനത്തിൽ പോന്നിരുന്നു. അവർ ഇവിടെയുണ്ട്, ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിലുണ്ട്. അതിനാൽ തന്നെ നമുക്ക് മുരാരി ബാബു ഇവിടെയുണ്ട് എന്ന് ഏകദേശം ഉറപ്പിക്കാൻ കഴിയുന്ന സ്ഥിതിയുണ്ട്. പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരെല്ലാം ഇവിടേക്ക് എത്തിയിരിക്കുന്നു. നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് SP ബിജോയിയുടെ ഓഫീസാണ്. അതിനുള്ളിൽ SP അടക്കമുള്ള SP ശശിധരൻ അടക്കമുള്ള ആളുകളും ഈ ക്രൈംബ്രാഞ്ച് ഓഫീസിന് അകത്തുണ്ട്.